1969 വർഷം. കൊൽക്കത്ത മഹാനഗരത്തിലെ 3 നിലകളുള്ള കൊട്ടാര സമാനമായ ഒരു വീട്ടിലെ ഇളമുറക്കാരിയായ പെൺകുട്ടി. ആ വീട്ടിൽ 3 നിലകളായിട്ട് 3 തലമുറ ആളുകളാണ് താമസിക്കുന്നത്. അതിലെ ഇളമുറക്കാരിയാണ് എന്ന് വെച്ചാൽ 3 വയസ്സ് മാത്രം പ്രായമുള്ള വർഷ ഗുപ്ത എന്ന പെൺകുട്ടി ഒരു ദിവസം രാവിലെ എനിക്ക് മീൻകറി വേണം എന്ന് അമ്മയോട് ആവശ്യപ്പെടും. ആ വീട് ആകെ പെട്ടെന്ന് പാനിക്കാവും. എന്തുകൊണ്ടെന്നാൽ അത് ഒരു പരമ്പരാഗതമായ ഒരു മാർവാടി ഫാമിലിയാണ്. അവർ തലമുറകളായിട്ട് വെജിറ്റേറിയൻസ് ആണ്, പൂർണ്ണമായിട്ടും സസ്യാഹാരികൾ മാത്രമായിട്ടുള്ള വീടാണത്. ആ പെൺകുട്ടി 3 വയസ്സുകാരിയായിട്ടുള്ള വർഷ ഗുപ്ത എന്ന പെൺകുട്ടി ഒരിക്കൽ പോലും മീൻ കറിയോ മീൻ ചേർത്തുള്ള ഭക്ഷണമോ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, മത്സ്യം ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം എന്ന് പോലും അറിവില്ലാത്തൊരു പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ അമ്മയോട് വന്നിട്ട് അല്ലെങ്കിൽ ആയയോട് വന്നിട്ട് എനിക്ക് മീൻ കറി വേണം എന്ന് ശാഠ്യം പിടിച്ച് ചോദിച്ചത് ആകെപ്പാടെ പ്രശ്നമായി. വലിയ കാലുഷ്യത്തിലേക്ക് സംഭവങ്ങൾ നയിച്ചു. ഇങ്ങനെയാണ് അമിതാവ് ഘോഷിൻ്റെ ഗോസ്റ്റ് ഐ എന്ന ഈ നോവൽ, പുതിയ നോവൽ ആരംഭിക്കുന്നത്. ആളുകളെ പെട്ടെന്ന് ഈ നോവലിനകത്തേക്ക് പിടിച്ചു കയറ്റുന്ന ഇങ്ങനൊരു തുടക്കത്തിലൂടെയാണ് അമിതാവ് ഘോഷ് എന്ന രാജ്യമറിയുന്ന, ലോകമറിയുന്ന, ബംഗാളിൽ നിന്നുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റായിട്ടുള്ള അമിതാവ് ഘോഷ് അദ്ദേഹത്തിൻ്റെ ഈ വർഷം ഇറങ്ങിയ ഈ ഗോസ്റ്റ് ഐ എന്ന നോവൽ ആരംഭിക്കുന്നത്. അമിതാവ് ഘോഷിൻ്റെ ഗോസ്റ്റ് ഐ ആണ് ഇന്ന് ടു ടെൽ ദ ടെയിൽ നമ്മൾ പരിശോധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അമിതാവ് ഘോഷ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള സാഹിത്യകാരനാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രശസ്തരായ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റുകളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള, വളരെ മനോഹരങ്ങളായിട്ടുള്ള, നല്ല വായനാനന്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് നോവലുകൾ വായിച്ച ആളുകളാണ് നിങ്ങളിൽ നിരവധി ആളുകളുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയത് 2026 തന്നെ പുറത്തിറങ്ങിയ ഈ പുസ്തകമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ്. ഇന്ത്യയിലെ സാഹിത്യ നൊബേൽ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സാഹിത്യ പുരസ്കാരമാണ്. അത് പ്രാദേശിക ഭാഷകളിൽ എഴുതപ്പെടുന്ന ആളുകൾക്കാണ്. നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന് 1965 നൽകിയാണ് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായിട്ട് വരുന്നത്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് നമ്മുടെ മലയാളിയായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പിനാണ്. നമുക്ക് സ്കൂൾ ക്ലാസ് മുതൽ പഠിച്ചതറിയാം. പിന്നീട് MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, തകഴി ശിവശങ്കരപിള്ള, അക്കിത്തം, അങ്ങനെ നിരവധി മലയാളി എഴുത്തുകാർക്ക്, നമ്മുടെ മഹാരഥന്മാരായ എഴുത്തുകാർക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആളുകൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ എഴുതുന്ന ഏറ്റവും മഹാരഥന്മാരായിട്ടുള്ള എഴുത്തുകാർക്ക് ഒരുപാട് ആളുകൾക്ക് ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് അവാർഡുകൾ, സാഹിത്യ പുരസ്കാരങ്ങളൊക്കെ ഉള്ള ഈ കാലത്ത് ഇപ്പോഴും വലിയ ഒരു ഗ്രേറ്റ്നെസ് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പുരസ്കാരം ഇന്ത്യയിൽ പക്ഷേ പ്രാദേശിക ഭാഷകളിൽ എഴുതുന്ന ആളല്ലാത്ത ഒരേ ഒരാൾക്കേ ലഭിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിൽ ഒരേ ഒരാൾക്ക് മാത്രമേ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. അത് 1985 അദ്ദേഹത്തിനാണ്, അമിതാവ് ഘോഷിനാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അന്തസ്സത്തെ അതേപടി പ്രതിഫലിപ്പിക്കുന്ന, ഇന്ത്യൻ ഭാഷകളിൽ, പ്രാദേശിക ഭാഷകളിലല്ല എഴുതുന്നതെങ്കിൽ പോലും ഇംഗ്ലീഷിലാണ് എഴുതുന്നത് എങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സാംസ്കാരിക സത്തയെ അതേപടി പ്രതിഫലിപ്പിക്കുന്ന ശേഷിയുള്ള എഴുത്തുകാരനാണ് അദ്ദേഹം എന്നതിനുള്ളൊരു തെളിവായിട്ട് വേണം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഏക ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ എന്ന അദ്ദേഹത്തിൻ്റെ പദവിയെ കാണാൻ എന്ന് എനിക്ക് തോന്നുകയാണ്. ഇപ്പോൾ ഗോസ്റ്റ് ഐ ഈ വർഷം പുറത്തിറങ്ങിയ നോവലാണ്. അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള വലിയ നോവലുകൾ വായിച്ച ഒരുപാട് ആളുകൾക്ക് മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ അതിനകത്തുള്ളൊരു പരിമിതി കുറവ്, ഞാൻ അദ്ദേഹത്തിൻ്റെതായിട്ട് ഈ പുസ്തകം മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്നതാണ്. അദ്ദേഹത്തിൻ്റെതായിട്ട്, അമിതാവ് ഘോഷിൻ്റെതായിട്ട് ഞാൻ വായിക്കുന്ന ആദ്യത്തെ പുസ്തകമാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഭ്രമാത്മകമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന, വായനക്കാരനെ പിടിച്ചടുപ്പിക്കുന്ന ഈ രീതിയിലുള്ളൊരു തുടക്കമാണ് നോവലിനുള്ളത്. അതായത് 3 വയസ്സുകാരിയുള്ള വർഷ ഗുപ്ത, ഈ ഗുപ്ത കുടുംബത്തിലെ അപ്പൂപ്പനായിട്ടുള്ള HH ഗുപ്ത, അദ്ദേഹത്തിൻ്റെ 3 ആൺമക്കൾ. ആ 3 ആൺമക്കളിൽ ഇളയ ആളായിട്ടുള്ള അഭയ് ഗുപ്തയുടെ മകളാണ് ഈ വർഷ ഗുപ്ത. അദ്ദേഹത്തിൻ്റെ മൂത്ത കുട്ടിയാണ്. 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ 3 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ഒരു കാലത്തും ജീവിതത്തിൽ പരിചയിച്ചിട്ടില്ലാത്ത മീൻ കറി ആവശ്യപ്പെടുകയാണെന്ന് മാത്രമല്ല, അമ്മ ഇത് കണ്ട് ഞെട്ടലുണ്ടായിട്ട് വന്ന് ചോദിക്കുമ്പോൾ, എന്താണ് കുട്ടി നീ പറയുന്നത്, നമ്മുടെ ഫുഡ് തരാം എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളല്ല എൻ്റെ അമ്മ നിങ്ങളല്ല, എൻ്റെ അമ്മ ഒരു നദിക്കരയിൽ ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടിലിനകത്ത് ജീവിക്കുന്നതാണ് എൻ്റെ അമ്മ. ആ അമ്മ ഒരു നദിക്കരയിലാണ്. ആ നദിയിൽ നിന്ന് പിടിച്ച ഒരുപാട് മീനുകൾ അമ്മ എനിക്ക് കറി വെച്ച് തന്നിട്ടുണ്ട്, ഞാൻ തന്നെയും ആ മീനുകളെ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പിന്നീട് തുടരായിട്ട് ഈ കുട്ടി ഇങ്ങനെ പറയുമ്പോൾ, ഈ വീട് ആകെ തന്നെയും, വീട് വലിയ വീടാണ്, സമ്പന്നമായ വീടാണ്,
ഈ 3 കുടുംബം മാത്രമല്ല, അവരുടെ കുറേയേറെ ഈ വീട്ടു ജോലിക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങ് അന്തം വിടുകയാണ്. കാരണം തലമുറകളായിട്ട് ഈ സസ്യാഹാര ശീലം എന്നത് അവരുടെ ജീവിതചര്യയായി മാറിയിരിക്കുന്ന അങ്ങേയറ്റം അവിശ്വസനീയമായ കാര്യമാണത്. മത്സ്യവിഭവങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെടുന്നു എന്നത്. ഇതിപ്പോൾ ആ ഒരു അവിശ്വസനീയത മാത്രമല്ല, ഇതൊരു പുനർജന്മത്തിലെ ചില കഥകൾ പറയുന്ന പോലെ ഈ കുട്ടി പറയുന്നല്ലോ എന്ന വേവലാതി കൂടെ ആ കുടുംബത്തെ ആകപ്പാടെ പ്രശ്നത്തിലാക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ ആ കുടുംബത്തിൻ്റെ ഒരു ഡോക്ടർ മോണ്ടി, അദ്ദേഹത്തെ ഉടനടി വിളിച്ചു വരുത്തും. ഡോക്ടർ മോണ്ടി വന്ന് പരിശോധിക്കും. മോണ്ടി പറയും, ഞാനല്ല ഈ കാര്യം നോക്കേണ്ട ആൾ, എൻ്റെ ഭാര്യ ഡോക്ടർ ഷോമ അവർ വരും, ഞാൻ അവരെ പറഞ്ഞേക്കാം. കാരണം ഡോക്ടർ ഷോമ ഒരു സൈക്യാട്രിസ്റ്റാണ്, അവരാണ് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതെന്ന് പറയും. ഡോക്ടർ ഷോമ വരും. ഷോമ വന്ന് കുട്ടിയോട് സംസാരിക്കുമ്പോൾ ഷോമയ്ക്ക് മനസ്സിലാകും. ഷോമ പറയും, കുടുംബാംഗങ്ങളോട് പറയും, നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായതുപോലെ തന്നെ ഈ വർഷ ഗുപ്തയുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നത് അവളല്ല, അവൾ ഒരു പുനർജന്മമാണ്. അതായത് മറ്റേതോ ജന്മത്തിൽ ജീവിച്ച മറ്റൊരു വ്യക്തി അവളിലൂടെ സംസാരിക്കുകയാണ്. ഈ മീൻകറിയുടെ വിഭവ വ്യത്യാസങ്ങൾ, മീനിൻ്റെ വ്യത്യാസങ്ങൾ, ഇതെല്ലാം അറിയുന്ന ഈ കുട്ടി മറ്റൊരു ജന്മത്തിലെ മറ്റൊരാളാണ് എന്ന് ഈ ഡോക്ടർ ഷോമ പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഷോമയുടെ പിതാവായിട്ടുള്ള ഡോക്ടർ അഭയ് ഗുപ്ത, അദ്ദേഹം കുറച്ചൊരു പുരോഗമനകാരിയായിട്ടുള്ള ആളാണ്. സമ്പന്നമായുള്ള കുടുംബത്തിലെ പുരോഗമനകാരിയായിട്ടുള്ള ഇളയ മകനാണ് അദ്ദേഹം. അദ്ദേഹം പറയും, നിങ്ങൾ സംസാരിക്കൂ കുട്ടിയോട് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സമ്മതത്തോടു കൂടിയിട്ട് വീടിന് പുറത്ത് വെച്ചിട്ട് മറ്റു മാർഗ്ഗങ്ങളില്ലാത്തത് കൊണ്ട് കുട്ടിക്ക് മീൻ കൊടുക്കാൻ അഭയ് ഗുപ്ത സമ്മതിക്കും. അമ്മ സമ്മതിക്കില്ല, പക്ഷേ അഭയ് ഗുപ്ത സമ്മതിക്കും. ഒരു കാറിൽ വെച്ചിട്ട് ഡോക്ടർ ഷോമ അവരുടെ വീട്ടിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട്, മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഈ കുട്ടിക്ക് കൊടുക്കും, 3 വയസ്സുള്ള കുട്ടിക്ക്. അപ്പോൾ അതൊരു സൈക്യാട്രിക് സെഷൻ കൂടിയാണ്, അവരുടെ ഒരു സെഷൻ കൂടിയാണ് ആ കുട്ടിയുമായിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടി സംസാരിക്കുന്നതിൽ നിന്ന് ഡോക്ടർ ഷോമ കാര്യങ്ങൾ മനസ്സിലാക്കും. എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ പുനർജന്മം സുന്ദർബൻസിലെ ഒരു ഐലൻഡ്, ഒരു ദ്വീപ ഗ്രാമത്തിനകത്ത് അമ്മയും മകളും മാത്രം ജീവിച്ചിരുന്നതാണ്. അവിടെ ഒരുപാട് മത്സ്യവിഭവങ്ങൾ അവരുണ്ട്. അവിടെയുള്ള ഈ കുട്ടിയുടെ 19 വയസ്സുകാരിയുള്ള ഒരു പെൺകുട്ടിയുടെ പുനർജന്മമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് പറയുക, റീഇൻകാർണേഷൻ ടൈപ്പ് ഒരു സൈക്യാട്രിക് സംഗതിയാണ് എന്നവർ ഡോക്ടർ മനസ്സിലാക്കുകയും ഡോക്ടർ ഇത് അച്ഛനോട് പറയുകയും ചെയ്യും. അപ്പോൾ ഈ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. പ്രദേശത്തെ ജാതികളെക്കുറിച്ച്, വിവിധയിനം മത്സ്യങ്ങളെക്കുറിച്ച് അറിയാം. അവയെ എങ്ങനെയാണ് കറി വെക്കേണ്ടത്, എങ്ങനെയാണ് വിഭവങ്ങൾ പാകം ചെയ്യേണ്ടതെന്നൊക്കെ ഈ കുഞ്ഞിനറിയാം എന്നൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ പിന്നീട് ഷോമ, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഷോമയുടെ ഈ കാര്യത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ പിതാവ് അഭയ് ഗുപ്തയുടെ സമ്മതത്തോടുകൂടി അഭയ് ഗുപ്തയും ഈ കുഞ്ഞിൻ്റെ ആയയും ഡോക്ടർ ഷോമയും എല്ലാം ചേർന്നിട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടേക്ക് പോവുകയാണ്, സുന്ദർബൻസിലേക്ക് പോവുകയാണ്. സുന്ദർബൻസിൽ അവിടെ എത്തുന്നു. സുന്ദർബൻസിൽ ചെന്ന് ഈ ഗ്രാമപ്രദേശം കാണുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ആ താമസിച്ചിരുന്ന വീടൊക്കെ ഒരു വെള്ളപ്പൊക്കത്തിൽ വീടൊക്കെ ആകെ എടുത്തു പോയിട്ടുണ്ടാകും. പക്ഷേ ഇന്നതാണ് സ്ഥലം എന്ന് മനസ്സിലാക്കുന്നു. അവിടെ വെച്ച് കുട്ടി കരയുകയും മറ്റും ചെയ്യുന്നുണ്ട്. സ്വന്തം പുനർജന്മത്തിലെ ആളുകളെയും മറ്റുമൊക്കെ ഈ കുട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഷോമ മനസ്സിലാക്കുന്നുണ്ട്, മറ്റുള്ളവരോട് സംസാരിച്ച് ഡോക്ടർ ഷോമ മനസ്സിലാക്കുന്നുണ്ട്, ഈ കുട്ടിയും കുട്ടിയുടെ അമ്മയും അച്ഛനും ഒന്നിച്ചവിടെ ജീവിക്കുകയായിരുന്നു. അവർ ഈ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളായിരുന്നു. പക്ഷേ അവിടേക്ക് ഒരു വലിയ പ്രൊജക്റ്റ് സുന്ദർബൻസിലേക്ക് എന്തോ ഒരു തരത്തിൽ ഒരു സമ്പന്നരായിട്ടുള്ള ആളുകൾ കൊണ്ടുവരുമ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ അച്ഛനെ അവർ കൊല്ലുകയും അമ്മയെയും മകളെയും റേപ്പ് ചെയ്തും മറ്റും കൊല്ലാൻ ശ്രമിക്കുകയും. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മാനസാദേവി എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ദൈവസങ്കല്പത്തിൻ്റെ കൂടെ നിൽക്കുന്നൊരു പാമ്പ്, ഒരു സർപ്പം, ഇവർ രണ്ടുപേരെയും കൊന്ന് ഈ മകളെ ഈ പറയുന്ന 19 വയസ്സുകാരിയുള്ള മകളെ ഈ ആളുകൾ വയലേറ്റ് ചെയ്യും, എന്ന് വെച്ചാൽ ബലാത്സംഗം ചെയ്യും എന്നൊക്കെ ആ ഒരു ഘട്ടം എത്തുമ്പോൾ പാമ്പ് ഈ കുട്ടിയെ കൊന്ന് ഈ കുഞ്ഞ് അങ്ങനെയാണ് മരിക്കുന്നത്, ഈ പെൺകുട്ടി അങ്ങനെയാണ് മരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ 19-ാം വയസ്സിൽ അങ്ങനെ പാമ്പ് കടിയേറ്റ് ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ പുനർജന്മമായിട്ടാണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആത്മാവാണ് നമ്മളിപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ തലശ്ശേരിയിലൊക്കെ പ്രേതം കൂടൽ എന്നാണ് പറയുക. അപ്പോൾ അതാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ വയറിലാണ്, 19 വയസ്സിലെ ഈ പെൺകുട്ടിയുടെ വയറ്റത്താണ് ഈ പാമ്പ് കടിച്ചത്. ആ വയറ്റത്ത് ഇപ്പോൾ ഈ 3 വയസ്സുകാരിയുള്ള വർഷ ഗുപ്തയുടെ വയറിൽ ആ പാട്, പാമ്പ് കടിയുടെ എന്ന പോലുള്ളൊരു പാട് ഇപ്പോഴും ഉണ്ട് എന്നതുപോലുള്ള വളരെ ഭ്രമാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് വരുന്ന സംഗതികൾ. അപ്പോൾ ഇതിൻ്റെ തുടക്കം മാത്രമാണ്. പിന്നീട് ഇതിൽ നിന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞു 1969 കൊൽക്കത്തയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെങ്കിൽ ഈ സുന്ദർബൻസിലേക്കുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ കുട്ടിയുടെ 2 ദിവസം കഴിയുമ്പോഴേക്ക് ഈ കുട്ടിയുടെ പിതാവ് അഭയ് ഗുപ്ത ഒരു വാഹനാപകടത്തിൽ മരിച്ചു. വാഹനാപകടത്തിലല്ല, കുറേ കൂടെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ അദ്ദേഹം മരിച്ചു പോകും. അപ്പോൾ അതിനുശേഷം ഈ പിതാവ് മരിച്ചതോടുകൂടി ഈ കുട്ടിയാണെങ്കിൽ ഇങ്ങനെയൊരു ഭ്രമാത്മക സ്റ്റേജിലാണ്. അതുകൊണ്ടത് ചികിത്സിച്ച് മാറ്റാനൊന്നും പറ്റുന്ന സ്ഥിതിയുമല്ല എന്നൊക്കെ കണ്ട് ആകപ്പാടെ ബേജാറിലായിരിക്കുന്ന ഈ കുടുംബം അപ്പാടെ തന്നെ ബംഗാൾ വിട്ടിട്ട് അവരുടെ സ്വന്തം നാട്ടിലേക്കോ മറ്റോ പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഡോക്ടർ ഷോമ ഒരിക്കൽ പോലും പിന്നീട് ഈ 3 വയസ്സുകാരിയെ ഇത്രക്ക് സങ്കീർണമായിട്ടുള്ള ഒരു കേസ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള പെൺകുട്ടിയെ പിന്നെ ഒരിക്കലും കാണില്ല.
1969 ഈ സംഭവ വികാസങ്ങൾ ഡോക്ടർ ഷോമ പിന്നീട് ഓർമ്മിക്കുന്നതും അവരുടെ കേസ് ഹിസ്റ്ററിയും അവർ എഴുതി വെച്ചിരിക്കുന്ന രേഖപ്പെടുത്തലും ഒക്കെ ആയിട്ടാണ് പിന്നീട് നമ്മൾ ഈ കഥ ചുരുൾ നിവർന്ന് വരുന്നത്. പിന്നീട് ഈ കോവിഡ് കാലത്ത്, അതായത് ഈ ഡോക്ടർ ഷോമയുടെ സഹോദരിയുടെ മകൻ ദിനു, ഈ ദിനു കൂടെ ഈ കഥയുടെ ആദ്യ ഭാഗത്ത് പാർട്ടാണ്. ദിനുവാണ് ഈ നോവൽ നറേറ്റ് ചെയ്യുന്നത്. പിന്നീട് ദിനുവിൻ്റെ കാഴ്ചപ്പാടിലാണ് ഈ കഥയെല്ലാം ചുരുൾ വിരിഞ്ഞ് വരുന്നത്. ദിനു ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ കോവിഡ് കാലത്ത് അമേരിക്കയിലെ ബ്രൂക്ലിനിൽ അവിടെ ഒരു വലിയ അക്കാഡമിഷ്യനും മറ്റുമൊക്കെ ആയിട്ട് അദ്ദേഹം അവിടെയാണ്. അദ്ദേഹം നോവലിസ്റ്റ് കൂടിയാണ്. അദ്ദേഹം ഈ അമിതാഭ് ഘോഷിൻ്റെ ഒരു ആൾട്ടർ ഈഗോ എന്ന മട്ടിൽ നമ്മളതിനെ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ദിനു പിന്നീട് പലയിടത്തും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ദിനു എന്നുള്ള ഈ കഥാപാത്രം യഥാർത്ഥത്തിൽ അമിതാഭ് ഘോഷിൻ്റെ മറ്റ് കുറേയേറെ നോവലുകളിലെ പ്രധാനപ്പെട്ട കഥാപാത്രം കൂടിയാണ്. എന്ന് വെച്ചാൽ മറ്റ് പല നോവലുകളിലും വരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ പല ഈ നോവൽ യൂണിവേഴ്സിലുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കാണാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ദിനു ഈ കോവിഡ് കാലത്ത് ദിനു പരിശോധിക്കുന്ന കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണ് പിന്നീട് കഥ ചുരുൾ നിവർന്ന് വരുന്നത്. പിന്നീട് ഒരിക്കലും നമ്മൾ വർഷ ഗുപ്തയെ കാണില്ല. ഈ 3 വയസ്സുകാരിക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഒരു ഘട്ടം വരെ നമ്മൾ കരുതുക ഈ കുട്ടി മരിച്ചുപോയി എന്നായിരിക്കും. പക്ഷേ പിന്നീട് ഈ കഥ ചുരുൾ നിവരുന്നത് ഈ സുന്ദർബൻസ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ, ഏഷ്യയിലെ തന്നെ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു മാംഗ്രൂവ്, അതായത് അങ്ങേയറ്റം പാരിസ്ഥിതികമായിട്ടുള്ള വളരെ ഫ്രജൈലായിട്ടുള്ള പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഈ പ്രദേശത്തിന് കാലാവസ്ഥാ മാറ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള കുഴപ്പങ്ങളും മറ്റുമൊക്കെ കൂടെയാണ് ഇതിനകത്ത് നോവലിലേക്ക് വളരെ സമർത്ഥമായിട്ട് നോവലിസ്റ്റ് വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ പിന്നീട് വായിച്ചു വരുമ്പോൾ അറിയും. അപ്പോൾ അവിടെ അത്തരം കുഴപ്പങ്ങൾ ഈ സുന്ദർബൻസിൻ്റെ ഏരിയയിലൊക്കെ മറ്റു തരത്തിലുള്ള പദ്ധതികളും മറ്റുമൊക്കെ വരികയാണ്. അതിനെ തടയാനായിട്ടുള്ള ഈ ദിനുവിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഈ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു ബന്ധുവൊക്കെ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ടിപ്പു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനൊക്കെ പിന്നീട് നടന്ന ഇടപെടലും ഒക്കെ ആയിട്ടാണ് പിന്നീട് കഥ ചുരുൾന്നു വരിക. അപ്പോൾ നമ്മൾ കുറച്ചൊരു അന്ധവിശ്വാസത്തോളം എത്തുന്ന ചില സംഗതികളാണല്ലോ ഈ കാണുന്നത്. ഈ റീഇൻകാർണേഷൻ ടൈപ്പിനെ കുറിച്ചിട്ട് ഡോക്ടർ ഷോമ ഒരു വിദേശിയായിട്ടുള്ള കെയ്റ്റ് റൂത്ത് എന്നോ മറ്റോ പേരുള്ള ഒരു വിദേശി വനിതയുമായിട്ട്, വിദേശി ഡോക്ടറാണ് അവരും ഒക്കെ ചേർന്നിട്ട് ഇതിൻ്റെ ഗവേഷണം നടത്തുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള നിരവധിയായുള്ള ഈ പുനർജന്മ വർത്തമാനങ്ങളുള്ള കേസുകൾ ഇവരെ ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് വർഷ ഗുപ്തയുടെ കേസ് നിൽക്കുകയാണ്. അങ്ങനെ കുറേയേറെ അടരുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ദിനു അവിടെ ഇപ്പോൾ പ്രത്യേകിച്ചും കോവിഡ് കാലമാണല്ലോ, അപ്പോൾ ലോകം തന്നെയും അതുവരെ പോയിക്കൊണ്ടിരുന്ന രീതിയെ ഒന്ന് മാറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലത്ത് നിന്ന് എന്താണ് കാലാവസ്ഥാ മാറ്റം, നമ്മുടെ ഭൂമിക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ഈ പൊതുസമൂഹത്തിൻ്റെ ഈ പറയുന്ന എല്ലാം വെട്ടിപ്പിടിക്കണമെന്നുള്ള സംഗതികൾ എങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത്, ഇങ്ങനെ കുറേയേറെ സംഗതികൾ ഇതിനകത്ത് ചേർന്ന് വരികയാണ്. പിന്നീട് ഈ കഥ അവസാനിക്കുന്നത്, ഒരുപാട് കഥ മുഴുവനായിട്ട് പറയുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശവുമല്ല, ഈ കഥ മുഴുവനായിട്ട് പറയുക എന്നുള്ളത് എളുപ്പവുമല്ല. അത് അത്രയ്ക്ക് സങ്കീർണമായിട്ട് അടരടായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഈ സുന്ദർബൻസിൻ്റെ കാലാവസ്ഥ, ഇപ്പോൾ നടക്കുന്ന മീൻ എന്നത് നമ്മൾ എവിടെയൊക്കെയോ കേട്ടതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നെങ്കിലും ഇതിനകത്ത് അത് വളരെ വ്യക്തമായിട്ട് വരുമ്പോൾ എനിക്ക് മനസ്സിലാവണം. അതായത് സുന്ദർബൻസിൽ നടക്കുന്ന മീനുണ്ട്, വാക്കിംഗ് ഫിഷ്. അപ്പോൾ അത് നടക്കുക മാത്രമല്ല, മരത്തിൽ കയറും. എന്നുവെച്ചാൽ വെള്ളത്തിൽ മാത്രമല്ല കരയിലും ശ്വസിക്കാൻ പറ്റുന്ന മീനുകൾ. ഇത് ഇങ്ങനെ വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൗതുകമുള്ള ഇത്തരം ജീവജാലങ്ങളുടെയൊക്കെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബംഗാളിലെ മനുഷ്യരുടെ മത്സ്യവിഭവങ്ങളോടുള്ള പ്രിയം, അവരുപയോഗിക്കുന്ന മത്സ്യങ്ങൾ അതെങ്ങനെയാണ് പാകം ചെയ്യുന്നത്, ഇങ്ങനെ അതിസൂക്ഷ്മമായിട്ടുള്ള, അതായത് ഇത്തരം വിചിത്രമായ അതീന്ദ്രിയ സംഭവങ്ങൾ, മാജിക്കലായിട്ടുള്ള സംഭവങ്ങൾ ഒരു വശത്ത്, മറ്റേ ഇതുപോലെ വളരെ സാധാരണമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് മത്സ്യവിഭവങ്ങൾ എങ്ങനെ പാകം ചെയ്യണം, ഏതൊക്കെ മീനുകളാണ് ബംഗാളികൾ അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണമായിട്ട് കൊണ്ടു നടക്കുന്നത്, ഇങ്ങനെയൊക്കെ വളരെ വിശദമായിട്ട് നല്ല രസകരമായിട്ട് ഇതിനോട് ഉൾച്ചേർത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളായിട്ടാണ് പോവുക. അഭയ് ഗുപ്തയുടെ മകളായിട്ടുള്ള വർഷ ഗുപ്ത പിന്നീട് ഒരു ഘട്ടത്തിൽ മൺസൂൺ അഭയപുത്രി എന്നൊരു ഇന്തോനേഷ്യൻ ചായവുള്ള പേരിൽ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് ഈ കഥയ്ക്കകത്തൊരു പ്രധാനപ്പെട്ട ട്വിസ്റ്റാണ്. അത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ എഴുതി കാണിച്ചുകൊള്ളാം. ഇത് കഥ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് കൂടുതൽ കാണരുത് എന്ന് ഞാൻ എഴുതി കാണിച്ചുകൊള്ളാം. പക്ഷേ എന്തായാലും അതിനകത്ത് ഒരുപാട് ട്വിസ്റ്റുകളായിട്ട്, എന്നാൽ ഈ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് ഏറ്റവും അവസാനമാണ് വരിക. അത് ഈ കഥ നരേറ്റ് ചെയ്യുന്ന ഈ ദിനു എന്ന് പറയുന്ന ഡോക്ടർ ഷോമയുടെ സൈക്യാട്രിസ്റ്റിൻ്റെ സഹോദരിയുടെ മകനായിട്ടുള്ള ദിനുവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു കാര്യം അവസാനത്തെ 2-3 പേജുകളിലാണ് അങ്ങ് ഇതൾ വിരിഞ്ഞു വരിക. അപ്പോഴാണ് നമ്മൾ ആകെപ്പാടെ അതുവരെ കേട്ട കഥയുടെ മറ്റൊരു സംഗതി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ജ്ഞാനപ്പാനയിലൊക്കെയുള്ള ചില സന്ദർഭങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ, അതായത് മനുഷ്യൻ്റെ പുനർജന്മങ്ങൾ മാത്രമല്ല, ജീവികളുടെ പുനർജന്മങ്ങളായിട്ടും മനുഷ്യരുണ്ടാകുന്നു. ജീവികളുടെ പഴയ ഓർമ്മകൾ, മരിച്ചുപോയ ചത്തുപോയ മത്സ്യങ്ങളും മറ്റു ജീവികളുമൊക്കെ മനുഷ്യരുടെ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ മനുഷ്യരുടെ ഓർമ്മകൾക്കകത്ത് അവരുടെ ഓർമ്മകൾ വന്ന് കൂടിച്ചേരുന്നു എന്നൊക്കെയുള്ള അതിവിചിത്രമായിട്ടുള്ള, എന്നാൽ അങ്ങേയറ്റം രസകരമായിട്ടുള്ള, എന്നാൽ വളരെ വലിയ ഫിലോസഫിക്കൽ അർത്ഥങ്ങളുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഘോഷയിൽ അമിതാഭ് ഘോഷ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അമിതാഭ് ഘോഷിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇത് എങ്ങനെയാണ് തോന്നുക എന്ന് എനിക്കറിയില്ല. ഞാൻ വായിക്കുന്ന ആദ്യത്തെ പുസ്തകമാണിത്.
പിന്നെ ചിലയിടങ്ങളിലൊക്കെ ഇതിനൊരിക്കലും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള വിശദീകരണം നൽകാതെയാണ് അദ്ദേഹം ഈ പറയുന്ന ഡ്രമാറ്റിക് ആയിട്ടുള്ള മാജിക്കലായിട്ടുള്ള അതീന്ദ്രിയ കാര്യങ്ങൾ പറയുന്നത് എന്നതുകൊണ്ട് അതിന് ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ചില ആംഗിൾസ് ഒക്കെ ഉള്ളതുകൊണ്ടും അതിന് ഫിലോസഫിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ അതോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ടും ഒരുപക്ഷേ അതിന് മറ്റ് പല അടരുകളും ഉണ്ടായിരിക്കാം. പക്ഷേ സയൻറ്റിഫിക് ആയിട്ടൊന്നും വിശദീകരിക്കാൻ നിൽക്കാത്തത് കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷേ എന്തൊരു ഗംഭീരമായിട്ടാണ് ഈ ജ്ഞാനപീഠ ജേതാവ്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഗംഭീര നോവലിസ്റ്റുള്ള ഒരാളായിട്ടുള്ള അമിതാഭ് ഘോഷ് കഥ പറയുന്നത്. കഥ എന്ത് ഗംഭീരമായിട്ടാണ് പറഞ്ഞു തരുന്നത്, അതെത്രക്ക് നല്ല രസകരമായിട്ടാണ് ഇത് വിരിഞ്ഞു വരുന്നത് എന്ന അത്ഭുതം. അതായത് നമ്മൾ നോവൽ വായനയുടെ ആനന്ദം എൻ്റെ പരമമായ അർത്ഥത്തിൽ അനുഭവിക്കാൻ പറ്റുന്നൊരു പുസ്തകമായിട്ടാണ് എനിക്ക് ഇത് അനുഭവപ്പെട്ടത്. അത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് വായിക്കാൻ പറ്റി. ഇതിറങ്ങിയ വർഷം തന്നെ നമ്മുടെ കൈവശത്തേക്ക് എത്തി എന്നൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും അമിതാഭ് ഘോഷിനെ ഇത്രയും കാലം വായിക്കാതെ വിട്ടുപോയത് വളരെ വലിയ മിസ്സിംഗ് ആയി എനിക്ക് തോന്നി എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഗോസ്റ്റൈ നിശ്ചയമായിട്ടും നോവൽ വായനയോട് താല്പര്യമുള്ള ആളുകൾ, ഒപ്പം ഈ പറയുന്ന തരത്തിലുള്ള രസകരമായിട്ടുള്ള നമ്മുടെ സുന്ദർ ബൻസിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോവലിൽ നിന്ന് ഈ കഥയുടെ ആനന്ദം മാത്രമല്ല നിങ്ങളുടെ പരിസരത്തെക്കുറിച്ചുള്ള കുറേ കൂടി അറിവുകളും മറ്റുമൊക്കെ ലഭിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഉറപ്പായിട്ടും വായിക്കാവുന്ന പുസ്തകമായിട്ടാണ് ഗോസ്റ്റൈയെ കാണുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുസ്തകമായിട്ട് വരാം.